നമ്മളിപ്പോൾ നിലമ്പൂരാണ്. നിലമ്പൂര് ഇവിടെ മൈനമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു വണ്ടി എടുക്കാനായിട്ട് വന്നതാണ്. കുറച്ച് അലച്ചിലായിരുന്നു നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. മൈലമ്പാറയാണ് സ്ഥലം. അപ്പോൾ കുറച്ച് ഉള്ളിലേക്ക് പോകണം തോന്നുന്നുണ്ട്. ബസ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബസ് ഇവിടെ വെയിറ്റിംഗ് ആണ്. ഏകദേശം 7:05 ആകുമ്പോൾ ബസ് ഇവിടെ നിന്ന് എടുക്കുള്ളൂ. ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹലോ, ഞങ്ങളിവിടുന്ന് നിലമ്പൂരും മൈലമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് കയറണം. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ രസകരമായിട്ടുള്ള ട്രിപ്പായിരുന്നു. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് നേരെ മലപ്പുറം എന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പക്ഷേ മലപ്പുറം ആയിരുന്നില്ല, നിലമ്പൂരായിരുന്നു സ്ഥലം. അപ്പോൾ നമ്മൾ മലപ്പുറം ബസ്സിൽ കയറിയിട്ട് ആണ് പുറപ്പെട്ടത്. അപ്പോൾ രസകരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ്സുകാരായിട്ട് നല്ല കമ്പനിയായി. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് നമ്മൾ വന്നത്, KSRTC ബസ്സിൽ. അപ്പോൾ ബസ് ഡ്രൈവറും നമ്മളുടെ കണ്ടക്ടറായിട്ട് നല്ല കമ്പനിയായപ്പോൾ അവർ ഫ്രണ്ടിൽ ഞങ്ങളിരുന്നു. അവരുടെ വർത്താനമൊക്കെ പറഞ്ഞു രസകരമായിട്ട് പോന്നു. അപ്പോൾ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. നമ്മളിപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ബസ്സുകാരൊന്ന് ഹോണടിച്ച് നമ്മളെ മാറ്റാറുണ്ട്. അപ്പോൾ അവർ പറയണം അവർ ആ ഒരു സമയത്തിന് വേണ്ടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഓടിക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്ര സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളൊക്കെ അങ്ങനെ കയറി പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരു ഇറിറ്റേഷൻ വരും. ഇങ്ങനെ ബാക്കിലൊന്ന് ഹോണടിച്ച് ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അവർ പറയണ സംഭവം നമ്മളുടെ ഇത്ര ആൾക്കാരെ നമ്മളുടെ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറയായിരുന്നു. ഒരു സെന്നിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. നമ്മൾക്കത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ എൻഗേജ്മെൻറ്റ് കാര്യങ്ങളുള്ള കാരണം നമ്മൾക്ക് ആ വീഡിയോ ഫുള്ളാക്കാൻ സാധിച്ചില്ല. പിന്നെ വണ്ടി ഡെലിവറി ടൈമിലായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. അതായത് വീഡിയോ ഫുള്ളാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വണ്ടി ഇതേപോലെ തന്നെ റീസ്റ്റോറേഷന് വേണ്ടി വന്നിരിക്കുന്ന വണ്ടിയാണ്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സെന്നായി ക്രൈസുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു കണ്ടിന്യൂ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗാരേജിൽ വന്ന വണ്ടിയാണ്. ഫുള്ളായിട്ട് ചെയ്യാനായിട്ടുള്ള വന്ന വണ്ടിയാണ്. അപ്പോൾ ഓരോ സാധനങ്ങളും പാർട്സ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഫുള്ളായിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. ഇന്ന് ഫ്രണ്ട് മാത്രം സെറ്റിങ് ചെയ്തിട്ട് ഒരു ഇന്നോവ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് മാത്രം നമ്മൾ ഫ്രണ്ടും ബാക്കും ചേഞ്ച് ചെയ്തു. അതിൽ ഫ്രണ്ടിലെ ബമ്പർ, ബോണറ്റ്, ഫെൻഡർ സാധനങ്ങളെല്ലാം ചേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ ബാക്കിൽ വരുന്ന ബമ്പർ, ഡിക്കി ക്രോം സാധനങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ടാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് പോളിഷും ചെയ്തു. അപ്പോൾ മാച്ചിങ്ങുള്ള രീതിയിൽ തന്നെ വണ്ടി ആയിട്ടുണ്ട്. സിൽവർ വണ്ടിയാണ്, ഒരു പഴയ സിൽവറാണ്. പക്ഷേ ഫുള്ളായിട്ട് ചെയ്ത് വന്നപ്പോൾ വണ്ടി ആകെ ലുക്ക് മാറി. ഞാനിതിൻ്റെ 3 വണ്ടികൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ 3 വണ്ടികൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം എമൗണ്ട് ഈ വണ്ടിക്ക് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 70,000 രൂപയാണ് മൊത്തം എമൗണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ടൈമിൽ, അതായത് 2020 ഫെബ്രുവരി മാസത്തിലാണ് ഈ എമൗണ്ട് വന്നിട്ടുണ്ട്. 70,000 രൂപ. അതായത് ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് മാറ്റി ഞങ്ങൾ കാണിച്ചു തരാം. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ഈ ടൈപ്പ് ഹെഡ്ലൈറ്റ് വെച്ച് ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഗ്രില്ല് ടൈപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അഡീഷണൽ വെച്ചാണ് സിംഗിൾ ലൈറ്റ് ടൈപ്പ് മിററാക്കിയിട്ടുണ്ട്. അത് സിംഗിൾ ലൈറ്റ് മിറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്രോമാണ്. പിന്നെ ഉള്ളിൽ കൂടെ ഞങ്ങൾ വയറെടുത്തു, ഹോൾ അടിച്ചിട്ട് ഇന്നർ സൈഡിൽ കൂടെ വയറെടുത്താൻ കാരണം പുറത്തൊന്നും കാണുന്നില്ല. പിന്നെ ഇതിൽ പാർക്ക് ലൈറ്റും വരുന്നുണ്ട്. നിങ്ങളുടെ പാർക്ക് ലൈറ്റും വരുന്ന ടൈപ്പാണ്. സൈഡ് സ്കർട്ടിങ് തുടങ്ങിയ സംഭവങ്ങളാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്.
ഇന്നോവയായിരുന്നു, സിൽവർ കളർ ഇന്നോവയായിരുന്നു, അതായത് പഴയ സിൽവർ ഇന്നോവയായിരുന്നു. ഇത് ടൈപ്പ് ഫോറിലേക്ക് പ്രൊജക്ടർ ഹെഡ്ലൈറ്റും ഫുൾ ഇട്ടിട്ട് ഫുൾ പെയിൻറ്റിങ് ചെയ്തിട്ട് ടൈപ്പ് ഫോറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച ഫുള്ള് നമ്മൾക്ക് ടൈപ്പ് 4 കൺവേർഷൻ്റെ വണ്ടികളുടെ വീഡിയോ ആണിത്. ഏകദേശം 4 വണ്ടി ഇപ്പോഴും വണ്ടി വർക്ക് പെയിൻറ്റിങ് കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പോളിഷിങ് കാര്യങ്ങളെല്ലാം സെറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ഇന്നോവ ടൈപ്പ് 4 കൺവേർഷൻ നമ്മളിവിടെ ഗാരേജ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫോർച്യൂണർ നമ്മൾക്ക് പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ് ഫോർച്യൂണർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളുടെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസ് കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ വരും. അതിൽ പ്രസ് ചെയ്ത് തന്നെ നമ്മളുടെ ഗാരേജ് ചെയ്യാവുന്ന വണ്ടികളുടെ ഇപ്പോൾ ചെയ്യുന്ന വണ്ടികളുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി അറിയാൻ പറ്റും. ഒരു ആപ്ലിക്കേഷനായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നാണ്, ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ലിങ്ക് ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഗാരേജിന് കുറച്ച് നമ്മൾ ചെയ്യണ കൺവേർഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും എമൗണ്ടും കാര്യങ്ങളൊക്കെ അപ്രോക്സിമേറ്റ്ലി അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഫോർച്യൂണറിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഇട്ടുണ്ട്. ഏകദേശം 1,75,000 രൂപയുടെ അടുത്ത് ഫുള്ളായിട്ട് ഫോർച്യൂണർ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എക്സ്പെൻസ് ഇപ്പോൾ വരുന്നുണ്ട്. നിലവിൽ 2020 മാർച്ച് മാസത്തിൽ ഇത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, നിലവിൽ വരുന്നുണ്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫുൾ പെയിൻറ്റിങ് അടക്കം കേട്ടോ, ഫുൾ പെയിൻറ്റിങ് അടക്കം ചെയ്യുമ്പോൾ. അപ്പോൾ അതും നമ്മൾ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഓക്കെ നേരിടല്ലേ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്നോവയുടെ വിശേഷങ്ങളും ആയിട്ടാണ്. ഇന്നോവ ഇതൊരു ബ്ലൂ കളർ ഇന്നോവയാണ്. നമ്മളിപ്പോൾ കോതമംഗലത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് പെയിൻറ്റിങ്ങും ടൈപ്പ് 4 കൺവേർഷൻ എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി ഇപ്പോൾ റിട്ടേൺ തിരിച്ചു കൊണ്ടുപോകുന്ന ടൈമാണ്. അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം
അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ കാർ ഗാരേജ് 50,000 സബ്സ്ക്രൈബർ, അതായത് CarJJ എന്ന് പറഞ്ഞ ചാനലിന് 50,000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ ഒരു സഹകരണം കൊണ്ടാണ് ഇത്ര സബ്സ്ക്രൈബറും ഇത്ര വ്യൂസ് ആയത്. അപ്പോൾ എല്ലാവർക്കും ആയതും നന്ദി പറയുന്നത്. ഇത്ര സബ്സ്ക്രൈബർ നമ്മൾക്ക് ഈ ചാനൽ, ചെറിയ ചാനലിന് ഇത്ര ആയതിന് എല്ലാവരോടും നന്ദി പറയുന്നത്. തുടർന്ന് ഇതുപോലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വീണ്ടും പ്രതീക്ഷിക്കുന്നു നമുക്ക്. അതായത് ചാനൽ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യണം തന്നെ എൻ്റെ ആഗ്രഹം. അതേപോലെ തന്നെ പുതിയ പുതിയ വണ്ടികൾ കൺവേർട്ട് ചെയ്യണം, മോഡിഫൈ ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ